നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അതീവ ശ്രദ്ധേയമായിട്ടുള്ള രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും തൃശ്ശൂരും. തിരുവനന്തപുരം സംസ്ഥാന തലസ്ഥാനമാണെങ്കിൽ തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണ്. എന്നാൽ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഇല്ലാത്ത തരത്തിലുള്ള അതിരൂക്ഷമായ മത്സരമാണ് നടക്കുന്നത്. BJPക്ക് ഏറെ സാധ്യത കാണുന്ന മണ്ഡലം കൂടിയാണ്. LDFിൻ്റെ കോട്ടയായിരുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് 2019 ഇത് നഷ്ടപ്പെട്ടപ്പോൾ CPMന് താങ്ങാൻ കഴിഞ്ഞില്ല. ഇക്കുറി അത് തിരിച്ചു പിടിക്കണമെന്നുള്ളത് കൊണ്ടാണ് വർക്കല MLA ജോയിയെ അവിടെ ഇറക്കിയിരിക്കുന്നത്. CPMൻ്റെ തിരുവനന്തപുരവും കൊല്ലം ജില്ലകളിലുമുള്ള സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ ആറ്റിങ്ങലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? തിരുവനന്തപുരത്ത് CPIയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ആളില്ല. കൊല്ലത്ത് CPMൻ്റെ തന്നെ സ്ഥാനാർത്ഥിയായ മുകേഷിന് വേണ്ടി വർക്ക് ചെയ്യാനും CPMക്കാരില്ല. മുകേഷ് പിന്നെ അവിടെ പ്രേമചന്ദ്രൻ്റെ മുന്നിൽ ഒരു ചാവേറായി മാറുകയാണ് ചെയ്യുന്നത്. ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുന്നത് പൊന്മുടി മലയോരം മുതൽ അഞ്ചുതെങ്ങും വർക്കല പാപനാശവും കാപ്പിലും വരെയുള്ള കടലോരം വരെ നീണ്ടുകിടക്കുന്ന മണ്ഡലമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായ ആറ്റിങ്ങൽ കലാപത്തിന് സാക്ഷിയായ മണ്ണ്. ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിയുള്ള ശിവഗിരി മഠവും തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പരദേവതാ സ്ഥാനമായ തിരുവാറാട്ടുകാവും കടുവാപ്പള്ളിയും അഞ്ചുതെങ്ങ് കോട്ടയും പള്ളിയും പൊന്മുടിയിലെ വനവാസി ക്ഷേത്രങ്ങളും ശാർക്കര കാളിയൂട്ടും വേങ്കമലയും ഒക്കെയുള്ള മേഖല, കയറും നെയ്ത്തും മത്സ്യബന്ധനവും കൃഷിയും തഴപ്പായ നിർമ്മാണവും കശുവണ്ടി ഫാക്ടറിയും നിർമ്മാണ തൊഴിലാളികളും പ്രവാസികളും അടങ്ങുന്ന തൊഴിലാളികളുടെ നാട്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പിടിക്കാനുള്ള ത്രികോണ മത്സരത്തിലാണ് NDAയും UDFും LDFും. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് ചിറയിൻകീഴായിരുന്ന ലോക്സഭാ സീറ്റ് ആറ്റിങ്ങൽ മണ്ഡലമായി മാറിയത്. വർക്കല, ആറ്റിങ്ങൽ, ചിറയിൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ഇതിൽ ആറ്റിങ്ങലും ചിറയിൻകീഴും SC മണ്ഡലങ്ങളും എല്ലാ മണ്ഡലത്തിലും LDF MLAമാരാണ്. നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്നും മന്ത്രിയും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ അടൂർ പ്രകാശാണ് വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ പഴയ ചിറയിൻകീഴ് മണ്ഡലത്തിൽ 1957 മുതൽ 67 വരെ CPM സ്ഥാനാർത്ഥികളെയും 71 മുതൽ 89 വരെ UDF സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച ഇടം. 91 ഇടത് നേതാവ് സുശീല ഗോപാലൻ വിജയിച്ചു. തിരിച്ചു പിടിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ മണ്ഡലം ഇടതിനൊപ്പമായിരുന്നു. തുടർന്ന് 96 സമ്പത്തും 98 മുതൽ 2004 വരെ വർക്കല രാധാകൃഷ്ണനും വിജയിച്ചു. ആറ്റിങ്ങലായതിനു ശേഷം 2009 14 ഇടതിനൊപ്പം നിന്ന മണ്ഡലം 19 UDFിനൊപ്പം ചേർന്നു. അടൂർ പ്രകാശ് വിജയിച്ചു. BJP 14.43% വോട്ട് വർദ്ധിപ്പിച്ച് 2.5 ലക്ഷത്തിനടുത്തേക്ക് വോട്ട് പിടിച്ച് കരുത്ത് തെളിയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. ശോഭാ സുരേന്ദ്രനായിരുന്നു BJP സ്ഥാനാർത്ഥി. LDF രണ്ടാം സ്ഥാനത്തായിരുന്നെങ്കിലും 11.18% വോട്ട് കുറവുണ്ടായി. ഇക്കുറി താമര വിരിയിക്കാൻ BJPയും മണ്ഡലം നിലനിർത്താൻ UDFും തിരിച്ചുപിടിക്കാൻ LDFും കഠിന പരിശ്രമത്തിലാണ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മുരളീധരനാണ് BJPക്ക് വേണ്ടി കളത്തിൽ. മോദി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളും വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളും മുൻനിർത്തിയുള്ള ആവേശോജ്ജല പ്രചരണം നടന്നു വരികയാണ്. നിലവിലെ MP-ആയ അടൂർ പ്രകാശാണ് ഇത്തവണ UDF സ്ഥാനാർത്ഥി. വർക്കല MLA V ജോയിയാണ് LDFിനായി രംഗത്തുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP ഏറെ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. കൂടാതെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും മണ്ഡലത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് വ്യക്തമാണ്. BJP ഏറെ നോട്ടമിടുന്ന
മണ്ഡലം തന്നെയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്തും തൃശ്ശൂരും BJP അക്കൗണ്ട് തുറക്കുന്നതിന് മുന്നേ തന്നെ ആറ്റിങ്ങൽ തുറക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്.